തെരഞ്ഞെടുപ്പ് ചൂടുകൾക്കിടയിലും കോവിഡ് ജാഗ്രത മറക്കണ്ട, മാസ്ക് ധരിക്കാനും മറക്കണ്ട. ഇനി വോട്ടംഗത്തിലേക്ക് വന്നാൽ പത്രികാ സമർപ്പണം കഴിഞ്ഞു. നീട്ടിയും പരത്തിയും സ്ഥാനാർത്ഥികൾ ജനങ്ങളുടെ ഇടയിലേക്ക്. വോട്ടംഗം തുടങ്ങിയാണ്. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. തുടർഭരണം പ്രതീക്ഷിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ പ്രതീക്ഷയോളം വളരാൻ കഴിയുന്ന ഒരു പ്രകടന പത്രികയാണ് ഇപ്പോൾ മുന്നണി തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാ മതങ്ങളുടെയും വിശ്വാസം സംരക്ഷിക്കുമെന്ന് LDF. തീരദേശത്തിന് 5000 കോടി, റബ്ബറിന് താങ്ങുവില 250. ഇടഞ്ഞു നിൽക്കുന്ന മേഖലകൾക്കായി വാഗ്ദാന പെരുമഴ. വോട്ടിനിടെ EDയെ കേസ് കാട്ടി പേടിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച്. കേസ് മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തിയതിന് കേന്ദ്ര ഏജൻസിക്കെതിരെ സംസ്ഥാനത്തിന്റേത് അസാധാരണ നീക്കം. ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനം അത് വരുമ്പോൾ നിങ്ങൾ അധികാരത്തിൽ ഉണ്ടാവില്ല, പിന്നെ അധികാരം ചെയ്യാനാണ്. മണ്ഡലം തോറും മണ്ഡലകാലം ഓർമ്മിപ്പിക്കാൻ UDF. ശബരിമലയിൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ലെന്ന് മുഖ്യമന്ത്രി. അതൊരു സുതാര്യതയ്ക്ക് വേണ്ടി വെച്ചതാണ്. MLA സ്ഥാനവും രാജിവെച്ച് ജോസഫ് ഗ്രൂപ്പിന്റെ കീഴടങ്ങൽ. ഇനി ലക്ഷ്യം ട്രാക്ടർ ചിഹ്നം. എല്ലാ മതങ്ങളുടെയും വിശ്വാസം സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനവുമായി ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക. 5000 കോടിയുടെ തീരദേശ പാക്കേജ്. കടലിന്റെ അവകാശം മത്സ്യത്തൊഴിലാളികൾക്ക് തുടങ്ങി ഇടഞ്ഞു നിൽക്കുന്നവരെ കൂടെ നിർത്താൻ പദ്ധതികൾ കൂടി അവതരിപ്പിക്കുകയാണ് പ്രകടന പത്രിക. ക്ഷേമ പെൻഷൻ 2500 വർദ്ധിപ്പിക്കുമെന്നും 40 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുമാണ് മറ്റ് പ്രധാന വാഗ്ദാനങ്ങൾ. എല്ലാ മതവിഭാഗങ്ങളുടെയും വിശ്വാസം സംരക്ഷിക്കുമെന്ന വാഗ്ദാനമാണ് ഇടതുമുന്നണി പ്രകടന പത്രികയുടെ കാതൽ. ശബരിമലയിലും മുസ്ലിം പള്ളികളിലും സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള നിലപാടുകളിലാണ് ഇതോടെ മാറ്റം വരിക. ശബരിമലയിൽ നിയമനിർമ്മാണ വാഗ്ദാനവുമായി UDFും വ്യാപക പ്രചരണവുമായി BJPയും വന്ന സാഹചര്യത്തിലാണ് LDFന്റെ വിശ്വാസ സംരക്ഷണ പ്രഖ്യാപനം. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ആപത്താണെന്ന് തെളിച്ചു പറയുകയാണ് ഇടതുമുന്നണി. തീരദേശ വികസനത്തിന് 5000 കോടി രൂപയുടെ പാക്കേജാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധിക്കുന്ന മേഖല ഏതെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് വിജയരാഘവന്റെ ഈ വാക്കുകൾ. 5000 കോടി രൂപയാണ് തീരദേശ പാക്കേജിനായി മാറ്റിവച്ചിരിക്കുന്നത്. വിദേശ ട്രോളർ നിർമ്മാണത്തിന് ധാരണാപത്രം ഒപ്പിട്ടതിന് പരിഹാരമായി പുതിയൊരു പ്രഖ്യാപനം കൂടി. കടലിന്റെ അവകാശം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി നിയമനിർമ്മാണമാണ് വാഗ്ദാനം. തീരദേശ മേഖലയിൽ തെരഞ്ഞെടുപ്പ് കാലത്തും തുടരുന്ന സമരങ്ങളാണ് മത്സ്യത്തൊഴിലാളി മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രഖ്യാപനങ്ങൾക്ക് പിന്നിൽ. തീരദേശം കഴിഞ്ഞാൽ അടുത്ത പ്രഖ്യാപനം മധ്യ കേരളം ലക്ഷ്യമിട്ടാണ്. റബ്ബറിന്റെ തറവില ഘട്ടം ഘട്ടമായി 250 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്ന നിർദ്ദേശം പ്രകടന പത്രികയിലുണ്ട്. ജോസ് കെ മാണിയുടെ പാർട്ടി എത്തിയതിനു പിന്നാലെയാണ് റബ്ബറിന് തറവില 250 രൂപയാക്കുമെന്ന പ്രഖ്യാപനം. 150 രൂപയായിരുന്ന തറവില അവസാന ബജറ്റിലാണ് 170 വർദ്ധിപ്പിച്ചത്. സർക്കാരിന് ഏറെ ജനപ്രീതിയുണ്ടാക്കിയ ക്ഷേമ പെൻഷനിലാണ് അടുത്ത പ്രഖ്യാപനം. ഘട്ടം ഘട്ടമായി 2500 രൂപയെ വർദ്ധിപ്പിക്കും. ഒപ്പം വീട്ടമ്മമാർക്കും പെൻഷൻ. നമ്മുടെ ക്ഷേമ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2500 രൂപയായി വർദ്ധിപ്പിക്കും. വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തും. ഒരു വർഷം കൊണ്ട് 1.5 ലക്ഷം വീടുകൾ. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ തുടർച്ചയാണിത്. 60,000 കോടിയുടെ പശ്ചാത്തല വികസന പരിപാടി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് മൈക്രോ പ്ലാനിങ്ങിലൂടെ 1 ലക്ഷം മുതൽ 15 ലക്ഷം വരെ വായ്പ. മാസം 6000 രൂപ അക്കൗണ്ടിൽ നൽകുമെന്ന കോൺഗ്രസിന്റെ ന്യായ് പദ്ധതിക്ക് ഇടതിന്റെ മറുപടിയാണ് വായ്പാ പദ്ധതി. വിവിയരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് EDക്കെതിരെ ക്രൈംബ്രാഞ്ചിന്റെ കേസ്.
വ്യാജമൊഴി നൽകാൻ സ്വപ്ന സുരേഷിനുമേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സർക്കാർ നീക്കത്തെ നിയമപരമായി നേരിടാനാണ് ഇഡിയുടെ തീരുമാനം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേരുന്നു. അരുൺ, അസാധാരണമായിട്ടുള്ള ഒരു നടപടി, അങ്ങനെ ഇഡിക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുക്കുക എന്നുള്ള സംഭവങ്ങളെല്ലാം ഇത് തെരഞ്ഞെടുപ്പിലേക്ക് കൂടെ കടന്നു വരുമ്പോൾ ഇത് ഏത് രീതിയിലാണ് പ്രതിഫലിക്കുക? എങ്ങനെയാണ് ഈ കേസിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്? എപ്പോഴൊക്കെ ആയിരിക്കും? അപർണ, തികച്ചും അസാധാരണമായ നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് വന്നത് മുതൽ സർക്കാർ വലിയ പ്രതിരോധത്തിലായിരുന്നു. പക്ഷേ അതിനെ ഇനി പ്രതിരോധിച്ചിട്ട് കാര്യമില്ല, പകരം ആക്രമണമാണ് യഥാർത്ഥ പ്രതിരോധമെന്ന തിരിച്ചറിവിലാണ് സർക്കാരും ഇടതുമുന്നണിയും. അതുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ നീക്കത്തെ കടന്നാക്രമിച്ച് നേരിടാൻ പ്രതിരോധിക്കാൻ ഇടതുമുന്നണിയും സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ വിഷയം വന്നപ്പോൾ തന്നെ സർക്കാർ വ്യക്തമാക്കിയതാണ് കേന്ദ്ര ഏജൻസികളുടെ കടന്നുകയറ്റത്തിനെതിരെ, സംസ്ഥാനത്തെ വികസന പദ്ധതികൾ തടസ്സപ്പെടുത്തുന്നതിനെതിരെ നിയമപരമായും രാഷ്ട്രീയമായും പോരാടുമെന്ന്. ആ നിയമപരമായ പോരാട്ടത്തിൻ്റെ ഭാഗമാണിത്. ഇത്തരത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ, എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുന്നതിന് മുന്നോടിയായി സർക്കാർ ആദ്യം നിയമോപദേശം തേടിയിരുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനിൽ നിന്നാണ് നിയമോപദേശം തേടിയത്. അപ്പോൾ കേസെടുക്കാം. സ്വപ്നയുടെ ശബ്ദരേഖ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു. 2 പോലീസ് ഉദ്യോഗസ്ഥർ, വനിതാ പോലീസുകാരാണ് ഇത്തരത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിനെതിരെ മൊഴി നൽകിയത്. സ്വപ്നയെ നിർബന്ധിച്ച് മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകിക്കാൻ ശ്രമമുണ്ടായി. അതിനവർ ദൃക്സാക്ഷികളാണ്. അവർ അത്തരത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർ, ചില ഉദ്യോഗസ്ഥരുടെ പേരെടുത്ത് പറഞ്ഞാണ് മൊഴിയുള്ളത്. സ്വപ്നം നിർബന്ധിക്കുന്നതും അവരെ പ്രലോഭിപ്പിക്കുന്നതും അവരെ സമ്മർദ്ദത്തിലാക്കുന്നതും അവരെ കസ്റ്റഡി പീഡിപ്പിക്കുന്നതും തെളിവുണ്ട് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഒരുപക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ നടപടികൾ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നുമുണ്ടാകാം. നേരത്തെ തന്നെ സ്പീക്കറെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയിരുന്നു. CPM പൊളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വിനോദിനിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയെന്ന് എൻഫോഴ്സ്മെൻറ്റ് കസ്റ്റംസും ഒക്കെ അവകാശപ്പെടുന്നു. പക്ഷേ അത് പിന്നീട് കോടിയേരിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെ നിഷേധിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ കൂടുതൽ കടുത്ത നടപടികൾ കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടാകാം. അത് പ്രതിരോധിക്കാൻ ഒരു മുഴം മുൻകൂട്ടി എറിയുന്ന തരത്തിലുള്ള നീക്കമായി കൂടി ഇതിനെ വിലയിരുത്തണം. ഏതായാലും കേന്ദ്ര ഏജൻസികൾക്കെതിരെ പോരാടാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ. അതോടൊപ്പം തന്നെ ഇഡിയും വെറുതെ ഇരിക്കുന്നില്ല. DGPക്ക് കത്ത് നൽകിയിരിക്കുന്നു. വനിതാ ഉദ്യോഗസ്ഥരുടെ മൊഴി തന്നെ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ്. അപ്പോൾ ആ രീതിയിലുള്ള മറുഭാഗത്തുള്ള നീക്കം ഏതെല്ലാം തരത്തിൽ ഉണ്ടാകുന്നു എന്നാണ് സൂചനകൾ? തീർച്ചയായും അത്ര പെട്ടെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥർ സർക്കാരിൻ്റെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ, ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനിടയില്ല. അവരും തീർച്ചയായും നിയമപരമായി തന്നെ എതിർപ്പ് തുടരും. അവർ ഒരുപക്ഷെ FIRനെതിരെ കോടതിയിൽ പോകാം. കേന്ദ്ര സർക്കാരിൻ്റെ മറ്റ് സമ്മർദ്ദ നടപടികൾ സംസ്ഥാന സർക്കാരിന് മേലുണ്ടാകാം. ഏതായാലും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തമ്മിലുള്ള വലിയൊരു പോരാട്ടമായി ഇത് മാറുമെന്ന ഉറപ്പാണ്. കസ്റ്റംസിനെ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങുമ്പോൾ അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസികളെ, ക്രൈംബ്രാഞ്ച് അടക്കമുള്ള പോലീസ് അടക്കമുള്ള ഏജൻസികൾ ഉപയോഗിക്കുമ്പോൾ അത് തീർച്ചയായും വലിയ രീതിയിൽ പ്രതിരോധിക്കാൻ കേന്ദ്ര ഏജൻസികളും മുന്നിട്ടിറങ്ങും. അത് വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. തിരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഏത് രീതിയിലാകും 2 വിഭാഗങ്ങളും, സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും, ഈ വിഷയങ്ങളിൽ പുതിയ തന്ത്രങ്ങൾ പുറത്തെടുക്കുക എന്നതാണ് രാഷ്ട്രീയ കേരളത്തെ ഏറ്റവും ഉദ്യോഗത്തിലാക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ അതിൻ്റെ കൃത്യമായ പോക്ക് ദിശ എന്തെന്ന് അറിയാനുമാകും. വി അരുൺ, തിരുവനന്തപുരത്ത്. ശബരിമലയിൽ പിടിവിടാതെ UDF. വിഷയത്തിൽ UDFന് ഒരേ നിലപാടാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആചാര സംരക്ഷണത്തിനെതിരായ ഇടത് സർക്കാർ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി വിധി. CPMന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സത്യവാങ്മൂലം പിൻവലിക്കണമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. UDF എന്നും ഒരേ നിലപാടാണ് എടുത്തിട്ടുള്ളത്. ആത്മാർത്ഥതയില്ലാത്ത ഒരു നിലപാടാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നത്. ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണം, അതിനു വേണ്ടി വന്ന നിയമനിർമ്മാണവും വേണം. ഇത് തന്നെയാണ് UDF എടുത്തിട്ടുള്ള നിലപാട്. ആ സമീപനമാണ് ഇതാക്കിയിട്ടുള്ളത്. LDFന് ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വാസികൾ മറുപടി നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സുപ്രീം കോടതി വിധി വരുമ്പോൾ പിണറായി വിജയൻ നിലപാട് പറയേണ്ടെന്നും അന്ന് UDF ആയിരിക്കും അധികാരത്തിലെന്നും അദ്ദേഹം പറഞ്ഞു. അല്ലാണ്ട് ഈ അഴകുഴമ്പൻ നിലപാട് വേണ്ട. സുപ്രീം കോടതി വിധി വരുമ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനം. അത് വരുമ്പോൾ നിങ്ങൾ അധികാരത്തിൽ ഉണ്ടാവില്ല, പിന്നെ അധികാരം ചെയ്യാനാണ്.
ശബരിമല വിഷയത്തിൽ നിലപാട് നേരത്തെ പറഞ്ഞതാണെന്നും അവിടെ ഇപ്പോൾ ഒരു പ്രശ്നവും നിലനിൽക്കുന്നില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സുപ്രീം കോടതി വിധി വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എല്ലാവരുമായി ചർച്ച ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ ശബരിമലയുടെ കാര്യത്തിൽ സുപ്രീം കോടതി ഒരു നിലപാടെടുത്തു. സുപ്രീം കോടതിയുടെ നിലപാടിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ സുപ്രീം കോടതി തന്നെ ആ നിലപാടിൽ അയവ് വരുത്തി. ആ അയവ് വരുത്തിയിട്ട് കുറേ കാലമായി. ശബരിമലയിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇനി പ്രശ്നം വരാനുള്ളത് എപ്പോഴാണ്? ഈ സുപ്രീം കോടതി അയവ് വരുത്തിയതിനു ശേഷം സുപ്രീം കോടതിയുടെ അവസാന വിധി വരാനുണ്ട്. അവരത് വിശാല ബെഞ്ചിന് വിട്ടല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആ വിധി വരണം. ആ വിധി വരുമ്പോൾ, അതാണ് ഗവൺമെൻറ് അന്ന് തന്നെ പറഞ്ഞത്, ആ വിധി വരുമ്പോൾ ആ വിധിയുടെ ഭാഗമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുവെങ്കിൽ അത് എല്ലാവരുമായും ചർച്ച ചെയ്ത് മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ. ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി സത്യസന്ധമായ നിലപാട് വ്യക്തമാക്കണമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ആവശ്യപ്പെട്ടു. ശബരിമല വിഷയത്തിൽ ഉരുണ്ട് കളിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും സുരേന്ദ്രൻ ആരോപിച്ചിരിക്കുന്നു. അഴിമതിക്കെതിരായിട്ടുള്ള കേസുകൾ അന്വേഷിക്കുന്നവരെ സംസ്ഥാന പോലീസിനെ കൊണ്ട് കള്ളക്കേസ് എടുപ്പിക്കുകയാണ്. കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത സംഭവമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് സത്യം പുറത്തു വരുമെന്നുള്ള ഭയമാണ്. മുഖ്യമന്ത്രി കള്ളക്കടത്തുകാരെ സഹായിച്ച കാര്യം തെളിയുമെന്നുള്ള ഭയം കാരണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ കേസെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതിലൂടെ വ്യക്തമാവുന്നത്. കേരള കോൺഗ്രസ് യുദ്ധത്തിൽ ജോസ് കെ മാണിയുടെ സമ്പൂർണ്ണ വിജയമാണ് ഇന്നത്തെ പി ജെ ജോസഫിന്റെ രാജി. പാർട്ടി ജോസ് കെ മാണിയുടേതാണെന്നും ചിഹ്നത്തിൽ ഒരവകാശവുമില്ലെന്നും ജോസഫ് ആദ്യമായി സമ്മതിക്കുകയായിരുന്നു ഈ രാജിയോടെ. വലിയ പാർട്ടിയാണ് പി ജെ ജോസഫിന്റേത് എന്ന് അവകാശപ്പെട്ടിരുന്ന UDF നേതാക്കളെയും ഇന്നത്തെ നീക്കം പ്രതിരോധത്തിലാക്കി. അതൊരു സുതാര്യതയ്ക്ക് വേണ്ടി വെച്ചതാണ്. സുതാര്യതയുടെ ഭാഗമാണ് രാജി എന്ന് ജോസഫ് പറയുമ്പോഴും അതൊരു കുറ്റസമ്മതം കൂടിയാണ്. വലിയ പാർട്ടി ജോസ് കെ മാണിയുടെയാണെന്നും ഇനി അതിൽ ഒരവകാശവും പ്രതീക്ഷിക്കാൻ ഇല്ലെന്നുമുള്ള തിരിച്ചറിവ്. അയോഗ്യത മറികടക്കാനുള്ള എല്ലാ നടപടികളും അതുപോലെ മറ്റെന്തെങ്കിലും പ്രതിസന്ധികൾ ഇനി ഈ കുടുംബ നിരോധനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടോ? ഇല്ലില്ല. എല്ലാ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ വെച്ചിരിക്കുന്ന ചിഹ്നങ്ങളും ഇത് തന്നെയാണോ? അത് വേറെ പാർട്ടിയുടെ ചിഹ്നമായിട്ട് ജോസ് കെ മാണിയുമായി പിരിയുമ്പോൾ വലിയ പാർട്ടി എന്ന് ജോസഫ് അവകാശപ്പെട്ടിരുന്നത് MLA-മാരുടെ എണ്ണം ചൂണ്ടിക്കാണിച്ചായിരുന്നു. ജോസഫും മോൻസും CF തോമസും 3 പേർ ഉണ്ടായിരുന്നു MLA-മാരായി. മറുവശത്ത് റോഷി അഗസ്റ്റിനും N ജയരാജും. എന്നാൽ കേരള കോൺഗ്രസിന്റെ ഭരണഘടന അനുസരിച്ച് MP-മാരും MLA-മാരും പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമാണ്. രാജ്യസഭാ MP ആയിരുന്ന ജോസ് കെ മാണിയും ലോക്സഭാ MP തോമസ് ചാഴിക്കാടനും ചേരുമ്പോൾ അവിടെ അംഗങ്ങൾ 4. CF തോമസ് അന്തരിച്ചതോടെ ജോസഫിന്റെ ഒപ്പമുള്ളവരുടെ എണ്ണം 2 കുറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് PC തോമസിന്റെ പാർട്ടിയിൽ ചെന്ന് ലയിച്ചത്. മോൻസ് ജോസഫുമായും PJ ജോസഫ് സാറുമായിട്ടൊക്കെ സംസാരിക്കാൻ ഇട വന്നപ്പോൾ ഞങ്ങൾ കൂടുതൽ അടുത്തു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. PC തോമസിന്റെ ബ്രാക്കറ്റില്ലാത്ത കേരള കോൺഗ്രസിൽ ലയിച്ചെങ്കിലും ചിഹ്നം ഉൾപ്പെടെ ഇനി നേടിയെടുക്കണം. ട്രാക്ടറും ഫുട്ബോളും തെങ്ങിൻ തോപ്പുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന ചിഹ്നങ്ങൾ. ചിഹ്നം ഫസ്റ്റ് ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ, സെക്കൻഡ് പ്രിഫറൻസ് തെങ്ങിൻ തോട്ടം, 3 ഫുട്ബോൾ, ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ, തെങ്ങിൻ തോട്ടം, ഫുട്ബോൾ. എല്ലാവർക്കും അതെ അതെ. മുൻഗണന ഇത് പറഞ്ഞ ക്രമത്തിലാണോ? അതെ. ഇതോടെ 1987 ശേഷം ജോസഫ് വിഭാഗം പിളർന്നിട്ടില്ല, ലയിച്ചിട്ടേ ഉള്ളൂ. 2010 KM മാണിയുടെ പാർട്ടിയിൽ ലയനം. ഇപ്പോൾ PC തോമസിന്റെ പാർട്ടിയിലും പിളർന്നുപോയി എന്ന് ജോസഫ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ജോസ് കെ മാണി പാർട്ടിയെയും കൊണ്ടുപോയി. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. ഇരിക്കൂറിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ഉമ്മൻചാണ്ടി. പ്രശ്നപരിഹാരത്തിന് ശ്രമം തുടരുകയാണ്. പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളുന്നതായും ഉമ്മൻചാണ്ടി പറഞ്ഞു. വിമത സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന ചോദ്യത്തോട് പക്ഷേ അദ്ദേഹം പ്രതികരിച്ചില്ല. ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരിലുണ്ടായ എതിർപ്പ്, പ്രതിഷേധം, അവരുടെ വികാരം അത് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. എല്ലാവരുമായി ബന്ധപ്പെട്ടു, സംസാരിച്ചു. അവരുടെ വികാരങ്ങൾ ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. ഈ കാര്യം ഞാൻ കോൺഗ്രസിൻ്റെ നേതാക്കളുമായി ചർച്ച ചെയ്യും. ശ്രീ സുധാകരനെ കണ്ണൂർ വെച്ച് തന്നെ കാണും.
ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനെയും നാളെ രാവിലെ തിരുവനന്തപുരത്ത് വെച്ചും കണ്ട് സംസാരിക്കും. ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അത് സംബന്ധിച്ച് ഈ നേതാക്കന്മാരുമായി സംസാരിച്ച ശേഷം ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥിയുടെ നടപടി വിവാദത്തിൽ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപാണ് സന്ദീപ് വാചസ്പതി രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിയത്. CPM-ൽ ഉണ്ടാകണമെന്ന് EMS ആഗ്രഹിച്ച കോൺഗ്രസുകാരനെ കാണാം. ഇടവേളയ്ക്ക് ശേഷം. This program powered by Kerala News Network, News 18 Network, 100+ reporters, 66.9 crore viewers, India's largest news network. വോട്ടകം തുടർന്നു. നിയമം ഡീൽ, ഇതാണ് ഇന്നത്തെ പ്രയോഗം. കോലീബിക്കും മുഖ്യമന്ത്രിയുടെ നിയമം മോഡലിനുമുള്ള K. മുരളീധരന്റെ മറുപടി. CPM-ഉം BJP-യും നിയമത്ത് ഡീൽ ഉറപ്പിച്ചെന്നാണ് മുരളീധരൻ പറയുന്നത്. കേരള രാഷ്ട്രീയത്തിൽ 91 മുതൽ തുടർന്നതാണ് BJP വോട്ടിന്റെ എണ്ണമെടുത്തുള്ള കോലാഹലങ്ങൾ. ഞാൻ വട്ടിയൂർക്കാവിലെ എൻ്റെ MLA സ്ഥാനം രാജിവെച്ചപ്പോ നടന്ന ഉപതെരഞ്ഞെടുപ്പ് അന്നും ഡീലുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം നടക്കുന്നത് ഡീലാ. ഇതിന്റെ ഒരു ഭാഗം നിയമത്തിൽ നമുക്ക് കാണാം. 1996-ൽ തൃശൂരിൽ തോറ്റ വിവരം കൊച്ചി പനമ്പള്ളി നഗറിലെ വീട്ടിൽ ഇരുന്നറിഞ്ഞ K. കരുണാകരൻ നടത്തിയ ഒരു പ്രയോഗമുണ്ട്. എന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയെന്നായിരുന്നു അത്. കേരള രാഷ്ട്രീയത്തിൽ പിന്നെയുള്ള കാലം മുഴുവൻ ചർച്ചയായ പ്രയോഗത്തിന് മുൻപ് കരുണാകരൻ മറ്റൊന്ന് പറഞ്ഞു. എന്നെ തോൽപ്പിക്കാൻ അവർ ഡീലുറപ്പിച്ചിട്ടുണ്ട്, കരുതിയിരിക്കുക എന്നായിരുന്നു ആ പ്രസംഗം. ഇപ്പോൾ പ്രചാരണം തുടങ്ങി 3-ാം ദിവസം നേമത്ത് നിന്ന് K. മുരളീധരൻ ഇത് പറയുമ്പോൾ ഡീലിന്റെ വിശദാംശങ്ങൾ പിന്നാലെ പറയുകയാണ് MM ഹസൻ. നിതിൻ ഗഡ്കരിയുടെ മധ്യസ്ഥതയിൽ ഡൽഹിയിൽ വെച്ച് തന്നെ ഈ ഡീൽ ഉറപ്പിച്ചത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് തുടർ ഭരണം, BJP-ക്ക് 10 സീറ്റെങ്കിലും നിയമസഭയിൽ സത്യമാക്കുക. നിതിൻ ഗഡ്കരി രാഷ്ട്രീയ വിരോധത്തിനപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയനോട് സൗമനസ്യം കാണിച്ചിട്ടുള്ളയാളാണ്. ആ പശ്ചാത്തലം മുറുകെ പിടിച്ച് ഹസൻ ഇത് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമം ഡീലിനെ കുറിച്ചല്ല പറയുന്നത്, നിയമം മോഡലിനെ കുറിച്ചാണ്. കഴിഞ്ഞ കാലത്ത് BJP-യുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് എന്നത് ഇപ്പോൾ പരസ്യമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതേ സഖ്യം ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ആലോചനകളാണ് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും BJP വോട്ട് മറിച്ചിട്ടുണ്ടോ? 1991-ലാണ് ഈ ആരോപണം ആദ്യമായി ഉയരുന്നത്. BJP എന്ന പേരിൽ പഴയ ജനസംഘവും പിന്നീടുണ്ടായ ജനതാ പാർട്ടിയും ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് 1982-ലാണ്. അന്ന് 69 സീറ്റിൽ മത്സരിച്ച പാർട്ടിക്ക് കിട്ടിയത് 2.75% വോട്ട്. എന്നാൽ 5 വർഷം കൊണ്ട് 1987-ൽ വോട്ട് വിഹിതം 5.65% കൂടി. എന്നാൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിന് പിന്നാലെ നടന്ന 1991-ലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് 4.76% കുറഞ്ഞു. പിന്നെയുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം കാര്യമായ ഒരു വ്യത്യാസവുമില്ലാതെ കടന്നുപോയി. 2011-ലാണ് 1987-ലെ വോട്ട് വിഹിതത്തെ BJP മറികടക്കുന്നത്, 6.03%. അതുവരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJP-ക്കെതിരെ ഉയർന്നിരുന്നു വോട്ട് കച്ചവടത്തിന്റെ ആരോപണം.
വോട്ട് കച്ചവടം സമ്മതിച്ചിട്ടില്ലെങ്കിലും പരസ്പരം വോട്ട് ചെയ്ത് സഹായിച്ചത് നേതാക്കൾ മറച്ചുവെക്കുന്നില്ല. BJP ശക്തമല്ലാത്ത സ്ഥലത്ത് പ്രധാന എതിരാളിയെ തോൽപ്പിക്കാൻ മറ്റൊരാൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകാം എന്നാണ്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. എന്താണ് പന്നിപ്പട്ടണം? പാലായിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമാണ് ഈ വാക്ക്. ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുകയാണ് ജോസ് കെ മാണിയും മാണി സി കാപ്പനും. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രാദേശികമായി ഉയർത്തുന്ന ഓരോ വിഷയവും ജനവിധിയെ സ്വാധീനിക്കാം. പാലായിൽ അങ്ങനെ ഉയർന്ന ഒരു വിഷയമാണ് പന്നിപ്പട്ടണം. പാലാ നഗരം പണ്ടൊരു പന്നിപ്പട്ടണമായിരുന്നുവെന്നും KM മാണിയാണ് എല്ലാ വികസനത്തിനും പിന്നിലെന്നും ജോസ് കെ മാണി തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പറഞ്ഞതായാണ് വാർത്തകൾ വന്നത്. ഇതിൽ പ്രതിഷേധിച്ച് UDF പ്രവർത്തകർ ജോസ് കെ മാണിയുടെ കോലം കത്തിച്ചു. ജോസ് കെ മാണി പാലയെ അപമാനിച്ചു എന്നതാണ് കാപ്പന്റെ ആരോപണം. അതൊരു പക്ഷേ പുള്ളി ഏർക്കാടുമൊക്കെ പഠിച്ചുകൊണ്ടായിരിക്കാം ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാകാത്ത. 1965 മുമ്പ് വന്ന ഇവിടെ സെന്റ് തോമസ് കോളേജ്, അൽഫോൻസ കോളേജ്, സെന്റ് മേരീസ് ഹൈസ്കൂൾ, സെന്റ് തോമസ് ഹൈസ്കൂൾ, അങ്ങനെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അത് പാലായിലെ പഴയ തിരുമേനി ബിഷപ്പ് വയലിൽ തിരുമേനി കൊണ്ടുവന്ന അവരെയൊക്കെ അവഹേളിക്കുകയല്ലേ ഇത്. എന്നാൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണെന്ന് ജോസ് കെ മാണി തിരിച്ചടിക്കുന്നു. പറഞ്ഞത് അങ്ങനെയല്ല. ബഹുമാനായ MM മണി പറഞ്ഞ ഒരു കാര്യം പാലാ പട്ടണം പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത്, അത് അങ്ങനെയുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഇതൊക്കെ പറയാൻ കാര്യം? കൃത്യമായ വികസന പദ്ധതികളൊന്നും പറയാനില്ല, ഗൗരവമുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യാനുമില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ദുഷ്പ്രചാരണം നടത്തട്ടെ, കുഴപ്പമൊന്നുമില്ല. പാലായുടെ വികസനമടക്കമുള്ള വിഷയങ്ങളിൽ ഇരുപക്ഷത്തിനുമുണ്ട് അവകാശവാദങ്ങൾ. എങ്കിലും ഇതുവരെ അധികം ഉപയോഗിച്ച് കേട്ടിട്ടില്ലാത്ത ഒരു വാക്ക് പാലയുടെ ജനവിധി നിർണയിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ന്യൂസ് 18 കോട്ടയം. തെരഞ്ഞെടുപ്പിൽ EMSനെ വിറപ്പിച്ച കോൺഗ്രസ് നേതാവാണ് പാലക്കാട്ടെ VS വിജയരാഘവൻ. EMS അവസാനമായി മത്സരിച്ച ആലത്തൂർ മണ്ഡലത്തിലാണ് ആ തീപാറും പോരാട്ടം നടന്നത്. അന്നത്തെ ആവേശകരമായ മത്സരത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും ആവേശം പകരുന്നതായി VS വിജയരാഘവൻ പറയും. 1977 ആലത്തൂരിൽ ഒരു തീ പാറുന്ന പോരാട്ടം നടന്നിട്ടുണ്ട്. CPM വേണ്ടി സാക്ഷാൽ EMS മത്സരിച്ചു. EMSനെതിരെ മത്സരിച്ചത് ആലത്തൂർക്കാരനായ VS വിജയരാഘവൻ. നമ്മളോടൊപ്പം അദ്ദേഹം ചേരുകയാണ്. അന്നത്തെ പോരാട്ടത്തിൻ്റെ ഓർമ്മകൾ. അന്ന് EMSനെതിരെയാണ് മത്സരിച്ചത്. EMS ജയിച്ചതായിട്ട് വളരെ കുറഞ്ഞ വോട്ടിനും. എങ്ങനെയായിരുന്നു ഓർക്കുന്നത് ആ ഒരു മത്സരത്തെയൊക്കെ? മത്സരം പെട്ടെന്നാണ് ഒരു തീരുമാനമായിട്ട് വന്നത്. പിന്നെ പാർട്ടി പറഞ്ഞു നിൽക്കാൻ തയ്യാറായി, ഏതായാലും മത്സരിക്കാതെ വന്നു. അന്ന് പത്രങ്ങളിലൊക്കെ വന്ന് നരിൻ്റെ മുമ്പിലിട്ട് ആട്ടുംകുട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പലവരും പറഞ്ഞു നിങ്ങളെന്തിനാണ് ഇതിൽ നിൽക്കുന്നത്, വേറെ ഷുവർ സീറ്റ് അന്ന് ബഹുമാന്യ ലീഡർ കരുണാകരൻ തന്ന അത് കേൾക്കാണ്ട് ഇതിൽ പോയി നിൽക്കണം. ഞാൻ പറഞ്ഞു മത്സരിക്കുക എന്നുള്ളത് വെച്ചാൽ പിന്നെ അവിടെ നിന്ന് പുറകോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചു. ആദ്യമൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. നോമിനേഷൻ കൊടുത്ത് പ്രവർത്തനം തുടങ്ങിയപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു ജനങ്ങളുടെ പിന്തുണ. തുടങ്ങുമ്പോൾ വലിയ പേടിയുണ്ടായിരുന്നു. കാരണം EMS വലിയ ഭൂരിപക്ഷത്തിലൊക്കെ ജയിക്കുന്നായിരുന്നല്ലോ കരുതിയിരുന്നത്. അതെ, ഞാൻ നോമിനേഷൻ കൊടുത്തിട്ട് അന്ന് RD ഓഫീസിലാണ് നമ്മുടെ അവിടെ കൊടുത്തിട്ട് ഞാൻ നോമിനേഷൻ കൊടുത്ത് ഇറങ്ങി വരുമ്പോൾ EMS കയറി വരികയാണ്. അപ്പോൾ EMS ഒന്ന് പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്, വ്യക്തിപരമായിട്ട് കാര്യമാണ്. അപ്പോൾ ഞാനും പറഞ്ഞു ആ വ്യക്തിപര ആക്ഷേപമൊന്നും ഉണ്ടാകില്ല, അത് ഞാനും മനസ്സിൽ വെച്ചോളാം. EMSും പറഞ്ഞു അത് രണ്ടാളും കൈ കൊടുത്തിട്ടാണ് ഇറങ്ങി വന്നത്. അവസാനം റിസൾട്ട് വന്ന സമയത്ത് എത്ര വോട്ടിനാണ് തോറ്റത്? 1999 വോട്ടിന്. ആ സമയത്ത് എന്ത് തോന്നി? ഒന്നും കൂടി പ്രചരണമൊക്കെ നടത്തിയിരുന്നെങ്കിൽ EMSനെ തോൽപ്പിച്ച ആളെന്നുള്ളൊരു. അല്ല, അതിൽ വേറെ 2-3 കാര്യങ്ങളാണ് വന്നത്. അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഏകദേശം ഇതേ സമയം ഒരു 5 മണിയാകുമ്പോൾ ഇന്ദിരാഗാന്ധി തോറ്റു എന്ന് തോന്നുന്നു. അന്ന് നമ്മുടെ കൗണ്ടിങ്ങിൻ്റെ ഇരിക്കുന്നവർ പുറത്തു പോയി, എല്ലാവരും നിരാശയായി, ഞാനും നിരാശയായി. പിന്നെ അപ്പോഴാണ് ഒരു കൃത്രിമം നടന്നതെന്നാണ് അന്നത്തെ ഇടതുപക്ഷത്തിൻ്റെ കൗണ്ടിങ് ഏജൻറ്റുമാരിപ്പോൾ നമ്മുടെ പാർട്ടിയിൽ അവർ പറഞ്ഞത്. അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. അവർ കെട്ടുമാറ്റി വച്ചു. ഇത് പോയപ്പോൾ അന്ന് ഈ പശുവും കുട്ടി ചിഹ്നത്തിന് അരുവാടം ചുറ്റിയ വെച്ച് കെട്ടി എന്നാണ് പറയണത്. അത് എനിക്കതിൻ്റെ വസ്തു അറിയാത്തതുകൊണ്ട് ഞാൻ അതിൽ കിടക്കില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു.
EMS വളരെ കുറഞ്ഞ വോട്ടിനാണ്, തീരെ പ്രതീക്ഷിക്കാത്തൊരു ഭൂരിപക്ഷം മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചു, പക്ഷേ വളരെ കുറഞ്ഞ ഭൂരിപക്ഷം 2000 താഴെ അവർക്ക് വരേണ്ടി വന്നു. EMS പിന്നീട് എന്താ പറഞ്ഞത്? അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ PP കൃഷ്ണനാണ് ഷൊർണൂർ മുനിസിപ്പൽ ചെയർമാൻ, അദ്ദേഹമാണ് CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി. അദ്ദേഹം വലിയൊരു മാലയായിട്ട് പോയി അവിടെ എത്തിയപ്പോൾ ഇടാൻ പോയപ്പോൾ ഈ മാല എനിക്കുള്ളതല്ല, അത് വിജയരാഘവനുള്ളതാണ്. ഞാൻ സാങ്കേതികമായി ജയിച്ചാൽ യഥാർത്ഥ ജയം വിജയരാഘവനാണ്, അതിന് ഞാൻ അംഗീകരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ MP ആയി നല്ലൊരു തണുപ്പുള്ള ഡിസംബർ ജനുവരി മാസത്തിലാണ് ബ്രഷ്നേവ് വന്നു, റഷ്യൻ പ്രസിഡൻറ്റ് വന്ന് പാലം വിമാനത്താവളത്തിൽ യാത്ര അയക്കാൻ പോകുമ്പോൾ ഞാനും റഹീം സാഹിബും അദ്ദേഹം ഞങ്ങൾ MP അന്ന് മുണ്ടക്കൽ ബേബി കേരള കോൺഗ്രസിൻ്റെ ഇന്നിപ്പോൾ പരതനായ എന്താണ് സ്കറിയ തോമസിൻ്റെ കൂട്ടത്തിലുള്ള MP ആയിരുന്നു. ഇവർ രണ്ടാളും ഞങ്ങൾ മൂന്നാളും ഒരു കാറിലാണ് പോയത്. സ്കറിയ തോമസ് ഇല്ല, ആ പോയതിൽ EMS ഞാൻ കുറച്ചുകൂടി വേഗത്തിൽ പോയപ്പോൾ EMS റഹീം സാഹിബിനോട് അത് ആരാ പോകണമെന്ന് ചോദിച്ചു. വിജയരാഘവനല്ലേ പറഞ്ഞു. അപ്പോൾ റഹീം സാഹിബ് ഉറക്കത്തിൽ വിമാനത്തോട് വിജയരാഘവൻ നിൽക്ക് EMS കാണണം പറഞ്ഞു ഞാൻ നിന്നു. അപ്പോൾ EMS വളരെ സന്തോഷത്തോട് പറഞ്ഞു, റഹീം സാഹിബേ, ഈ ചെറുപ്പക്കാരൻ നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടതല്ല, ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടതാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് പറഞ്ഞത് വളരെ എന്നെ പറഞ്ഞതിൽ എനിക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. പക്ഷെ നിങ്ങളുടെ പാർട്ടിയിൽ നിന്നാണ് ഞാൻ തോറ്റിട്ടുണ്ടാവുമല്ലോ, ശിവദാസ് മേനോൻ തോറ്റതല്ലേ, അപ്പോൾ അതുകൊണ്ട് അപ്പോൾ തിരിച്ചു പറഞ്ഞത് ഇതാണ് വിജയരാഘവൻ, അത് മനസ്സിലാക്കണം റഹീം സാഹിബ്, വിജയരാഘവൻ്റെ ഓരോ വാക്കും പ്രവൃത്തിയും നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. EMS-മായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയതിൻ്റെ ഓർമ്മയിലാണ് ഇപ്പോഴും VS വിജയരാഘവൻ. അന്നൊരു പക്ഷേ കോൺഗ്രസ് നേതാക്കളെല്ലാം ആലത്തൂർ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറി നടന്നേനെ. ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. ഇനി കാണാം അങ്കത്തട്ട്. കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പരാജയം സമ്മതിച്ചതിന്റെ തെളിവാണ് കോന്നിയിലെ സ്ഥാനാർത്ഥിത്വമെന്ന് UDF സ്ഥാനാർത്ഥി AKM അഷ്റഫ്. CPM ശക്തമായ മത്സരത്തിന് തയ്യാറാകുന്നില്ല എന്നാണ് VV രമേശിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് മനസ്സിലാകുന്നതെന്ന് കെ സുരേന്ദ്രൻ. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ഒളിച്ചോടിയ കെ സുരേന്ദ്രൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇടത് വോട്ട് കണ്ട് പേടിച്ചിരിക്കുകയാണെന്ന് LDF സ്ഥാനാർത്ഥി VV രമേശൻ. കാണാം മഞ്ചേശ്വരത്തെ പ്രതീക്ഷകളും ആശങ്കകളും. തീർച്ചയായും UDF ഈ മണ്ഡലം നല്ല ഭൂരിപക്ഷത്തോടു കൂടി നിലനിർത്തും, ഒരു സംശയവുമില്ല. പക്ഷെ മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മഞ്ചേശ്വരം മത്സരിച്ചിരുന്നു, രണ്ട് പ്രാവശ്യം തോറ്റു. ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചും തോറ്റുപോയതാണ്. ഈ പ്രാവശ്യം ഞങ്ങളുടെ മണ്ഡലത്തിലെ ആളുകൾക്ക് വളരെ കൃത്യമായി അദ്ദേഹം പരാജയം സമ്മതിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹം 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു എന്നുള്ളത്. ഒരു കാരണവശാലും മഞ്ചേശ്വരത്തെ ജനങ്ങൾ മതേതരത്വത്തിൻ്റെ കൂടെ അല്ലാണ്ട് നിൽക്കില്ല. VV രമേശിൻ്റെ സാന്നിധ്യം എനിക്ക് തോന്നുന്നു അവർ അത്ര ശക്തമായിട്ടുള്ളൊരു മത്സരത്തിന് തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം VV രമേശ് നേരത്തെ CH കുഞ്ഞമ്പുമായിരുന്നു. VV രമേശിന് ഈ മണ്ഡലമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്തിനാണെന്ന് അറിയില്ല. അത് നമുക്ക് 89 വോട്ടിന് മത്സരിച്ച് തോറ്റാൽ തൊട്ട അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി മത്സരിക്കേണ്ടതല്ലേ? ആ ബൈ ഇലക്ഷനിൽ ഇദ്ദേഹം എന്തുകൊണ്ട് മത്സരിച്ചില്ല? അത് അന്ന് BJPക്ക് അവിടെ പഞ്ചായത്തിൽ പൈവളി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളുടെ ഭരണസാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിനകത്ത് ഒരൊറ്റ പഞ്ചായത്തിൽ 8 പഞ്ചായത്താണ്. ആ 8 പഞ്ചായത്തിനകത്തും BJP അല്ല ഭരിക്കുന്നത്. ഒരു മണ്ഡലത്തിൽ തന്നെ ഉറപ്പില്ലാതുകൊണ്ടല്ലേ രണ്ടാമത്തെ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. മഞ്ചേശ്വരത്ത് ഇപ്രാവശ്യം LDF ആണ്. BJPക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല. അതെല്ലാ തെരഞ്ഞെടുപ്പിലും അവരിങ്ങനെ പറയുന്നതാണ്. പൊന്നാനിയിൽ ഇത്തവണ അഭിമാന പോരാട്ടമാണ് ഇരുമുന്നണികൾക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളെല്ലാം പൂർണ്ണമായും പരിഹരിച്ചുവെന്ന ആത്മവിശ്വാസത്തിലാണ് CPM. തുടർച്ചയായ 4ാം തവണയും മണ്ഡലം നിലനിർത്തുമെന്ന് LDF സ്ഥാനാർത്ഥി P നന്ദകുമാർ പറയുന്നു. മറുവശത്ത് പൊന്നാനി പിടിച്ചെടുത്ത ചരിത്രം തിരുത്താമെന്ന പ്രതീക്ഷയിലാണ് UDF. P ശ്രീരാമകൃഷ്ണനെതിരായ ആരോപണങ്ങളും യുവ സ്ഥാനാർത്ഥി എന്ന സാധ്യതയും വോട്ടായി മാറുമെന്ന് സ്ഥാനാർത്ഥി AM രോഹിത്തും പറയും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്നുണ്ടായ ചില പ്രതിഷേധങ്ങളാണ് പൊന്നാനിയെ വാർത്താകേന്ദ്രമാക്കിയത്. പക്ഷേ ഏറെ വൈകാതെ തന്നെ പാർട്ടി ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. ഇപ്പോൾ എണ്ണയിട്ട യന്ത്രം പോലെയാണ് പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് പൊന്നാനിയിലെ
CPM സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി P. നന്ദകുമാറാണ്. ഒരു തലത്തിലും അത് ബാധിച്ചിട്ടില്ല. അത് നമ്മളെ കുറേ എക്സാജറേറ്റ് ചെയ്ത് വന്നാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒരു ചെറിയൊരു കാര്യം വലുതാക്കി വലിയ രൂപത്തിലേക്കുള്ള പ്രചരണം കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനും പ്രവർത്തന രംഗത്തില്ലാത്തൊരവസ്ഥ ഇപ്പോൾ ഇല്ല. ഒറ്റക്കെട്ടാണ്, LDF ഒറ്റക്കെട്ടാണ്. കുറേ നല്ലൊരു ശതമാനം ആൾക്കാരൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ 5-10 ദിവസത്തിനകം. അവരാരും ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അസംതൃപ്തരല്ല. LDF ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്ക് പൂർണ്ണമായും പിന്തുണ നൽകുന്നവരാണ് അവർ. ഈ ഗവൺമെൻറ് തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. രണ്ടാമത്തെ കാര്യം, ഈ കഴിഞ്ഞ കാലഘട്ടത്തിനകത്തുള്ള വികസനത്തിൻ്റെ കുതിപ്പ് നേട്ടം അവർ അംഗീകരിക്കുന്നുണ്ട്. സമാനതകളില്ലാത്ത രൂപത്തിലേക്കുള്ള വികസനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് തുടർന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, അത് നല്ല ആഗ്രഹിക്കുന്നുണ്ട്. ആ തുടർച്ച ആഗ്രഹിക്കുമ്പോൾ തന്നെ അത് LDF ഗവൺമെൻറ്റിന് സഹായം വേണം എന്ന രൂപത്തിലേക്കുള്ള അവർക്ക് ചിന്താഗതിയുണ്ട്. അപ്പോൾ LDF ഭരണം തുടരണം, ഇവിടെ പൊന്നാനിയിൽ തുടർച്ച ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം, ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ്. അപ്പോൾ ഞാൻ കണ്ടത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് എല്ലാ സെക്ടറൽ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പിന്തുണ നൽകുന്നുണ്ട്. ഇപ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ പ്രചരണത്തിന് സജീവമായിട്ട് എത്തുന്നുണ്ട്. സഖാക്കളെല്ലാം തന്നെ അങ്ങയുടെ വിജയത്തിന് വേണ്ടി സജീവമായി നിൽക്കുന്നു. എന്താണ് പ്രതീക്ഷിക്കുന്നത്? നല്ല ഭൂരിപക്ഷം കിട്ടും, യാതൊരു സംശയം വിചാരിക്കേണ്ട. കഴിഞ്ഞ കാലത്തെക്കാട്ടും മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോടു കൂടി മണ്ഡലം വിജയിക്കുന്നുള്ള പൂർണ്ണമായ വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഓരോ ദിവസം കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കുള്ളത്. ജനങ്ങളെ പിന്തുണ കൂടുതൽ ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സെക്ടറിൽപ്പെട്ട ചെറുപ്പക്കാർ വലിയൊരു ചെറുപ്പക്കാരുടെ ഒരു സൈന്യം തന്നെ എന്നോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധിച്ച ആൾക്കാരെയൊക്കെ പോയി കണ്ടോ? അന്ന് തെരുവിൽ കുറേ പേര് ആളും ഇല്ല. അപ്പോൾ എല്ലാവരും ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഫീൽഡിൽ ഇറങ്ങാത്ത ആരും ഇപ്പോൾ ഇവിടെയില്ല, എവിടെയുമില്ല. ഇപ്പോൾ ഇന്ന് കാണാൻ നിങ്ങൾക്ക് റാലിയൊന്നും കാണാൻ കഴിയും. ഇവിടെ പ്രവർത്തന രംഗത്തില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇപ്പോൾ ഇല്ല. എല്ലാവരും പ്രവർത്തന രംഗത്ത് വന്നു കഴിഞ്ഞു. പൊന്നാനി പോലെയുള്ള ഒരു വലിയ ചരിത്രമുള്ള നാട്ടിൽ നിന്ന് പോകുന്ന ജനപ്രതിനിധി ഇത്തരം വിഷയങ്ങളിലൊക്കെ അകപ്പെട്ടു പോകുന്നു എന്ന തരത്തിലുള്ള ഒരു ആശങ്ക അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതാണ് UDF ഈ തെരഞ്ഞെടുപ്പിനകത്ത് മുഖ്യപരമായിട്ട് ഒരു ചർച്ച ചെയ്യപ്പെടാനും കൊണ്ടുവരാനൊക്കെ ആഗ്രഹിക്കുന്നത്. അത് വോട്ടായി മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ LDFൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് കുറച്ച് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥിക്കെതിരെ. അതൊക്കെ എങ്ങനെയാണ് UDFന് ഗുണം ചെയ്യുന്ന സാഹചര്യമുണ്ടോ? അപ്പോൾ അല്ല, LDFൽ എന്ത് നടക്കുന്നു എന്ന് എന്തായാലും ഞങ്ങളിപ്പോൾ നോക്കുന്നില്ല. അത് അവരുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. UDF ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് പ്രത്യേകിച്ച് കോൺഗ്രസ് AICCയുടെ ഒക്കെ ഒരു നിരീക്ഷണം വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു. ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബൂത്ത് കമ്മിറ്റികളുടെയും വാർഡ് കമ്മിറ്റികളുടെയൊക്കെ ഒരു ക്രമീകരണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അതിലേക്ക് പോകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മുസ്ലിം ലീഗും വളരെ സജീവമായിട്ട് ഈ മണ്ഡലം തിരിച്ചു പിടിക്കണം. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ മറ്റു നിയോജകമണ്ഡലമൊക്കെ ജയിക്കുമ്പോൾ പോലും നഷ്ടപ്പെടുന്നൊരു മണ്ഡലമാണ് പൊന്നാനി. അത് ഇത്തവണ അങ്ങനെ സംഭവിക്കരുത്. പൊന്നാനി നിയോജകമണ്ഡലം ജയിക്കണമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് UDF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. LDFൻ്റെ സംഘടനാ പ്രശ്നങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. പൊതുവായ എല്ലാ മേഖലകളിലും എല്ലാ മനുഷ്യരുടെയും ഒരു അംഗീകാരം ഈ തെരഞ്ഞെടുപ്പിനകത്ത് UDFന് ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷയോടെയാണ് രോഹിത് പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. LDFൻ്റെ പടയോട്ടത്തിന് ഒരു അവസാനം കുറിക്കാൻ ഇത്തവണ സാധിക്കുമെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. കൊല്ലം ജില്ലയിൽ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനാപുരം. സിറ്റിംഗ് MLAയും LDF സ്ഥാനാർത്ഥിയുമായ KB ഗണേഷ് കുമാറും UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയും തമ്മിലാണ് പ്രധാന മത്സരം. പത്തനാപുരം ആരുടെയും കുത്തകയല്ല എന്ന് ജ്യോതികുമാർ ചാമക്കാല പറയുമ്പോൾ ഇത്തവണയും വിജയം നേടുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് KB ഗണേഷ് കുമാർ. പത്തനാപുരത്ത് 5ാമത്തെ മത്സരത്തിലാണ് ശ്രീ KB ഗണേഷ് കുമാർ. അപ്പം എങ്ങനെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തിരക്കിലാണ്, അങ്ങ് ഓഫീസിൽ തുടരുകയാണ്. ആ കാര്യം പറഞ്ഞു തന്നെ തുടങ്ങാം. കോവിഡ് വന്നതുകൊണ്ടാണ്. അപ്പോൾ റിവേഴ്സ് ക്വാറൻറ്റൈൻ 7 ദിവസമുണ്ട്. ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു ക്വാറൻറ്റൈനൊപ്പം തന്നെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്ന പരിപൂർണ്ണ വിശ്രമം. നിങ്ങൾ വന്നുകൊണ്ടാണ് നിങ്ങളെ കാണാൻ തയ്യാറാവാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് കാണുന്നത്. അപ്പോൾ വീടിന് പുറത്തേക്ക് അങ്ങനെ പോകുന്നില്ല. നോമിനേഷൻ കൊടുക്കാൻ പോയിരുന്നു, പിന്നെ കൺവെൻഷനിൽ നിന്ന് 2 മിനിറ്റ് പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ ഞാൻ ജനങ്ങളുമായി ബന്ധപ്പെടും. കാരണം ഞാൻ 20 വർഷമായിട്ട് ഇവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും സുപരിചിതനാണ്. എല്ലാ കുടുംബങ്ങളുമായും എല്ലാ വ്യക്തികളുമായും നല്ല ബന്ധം എനിക്കുണ്ട്. അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുക, ഞാനാണ് സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം അവർക്കറിയാം. എന്നെ സഹായിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രം ആണ് വേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഒരു ഡോക്ടർ ഉപദേശപ്രകാരം ഉടൻ തന്നെ
കഴിയുന്നത് പോലെ രംഗത്ത് വരും, പരമാവധി എല്ലാവരും കാണാൻ ശ്രമിക്കും. LDF-ലായാലും UDF-ലായാലും അങ്ങ് MLA ആകും. അത് ഈ കേരള കോൺഗ്രസ് B എന്ന പാർട്ടിയുടെ ഒരു ശക്തിയാണോ, പ്ലസ് അങ്ങയുടെ ഒരു വ്യക്തിപ്രഭാവം, എന്താണ് അങ്ങ് അതിൽ കാണുന്നത്? പാർട്ടിയുടെ ശക്തിയുണ്ട്. LDF-ലായാലും UDF-ലായാലും LDF നിൽക്കുമ്പോഴും എല്ലാവരും ഒറ്റക്കെട്ടായി എന്നെ സഹായിക്കാറുണ്ട്. ഞാൻ ആരെയും വെറുപ്പിക്കുന്നൊരു സ്വഭാവക്കാരനല്ല. അപ്പോൾ അതുകൊണ്ട് എന്നോട് ഇഷ്ടമാണ്. ചെറിയൊരു ഗണേഷ് കുമാറിനെ കേന്ദ്രീകരിച്ച് ചെറിയൊരു വാർത്ത വന്നാൽ അത് വലിയ വിവാദമാകുന്നതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതൊക്കെ യേശുവെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അതൊന്നും പത്തനാപുരത്തെ ജനങ്ങൾക്ക്, ഈ പറയുന്ന ആളുകളെക്കുറിച്ചെല്ലാം പത്തനാപുരത്തെ ജനങ്ങൾക്കറിയാം. എൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ആളിനെക്കുറിച്ച് അയാൾ ആരാണെന്നും അയാൾ എങ്ങനെയുള്ള ആളാണെന്നും പത്തനാപുരത്തെ ജനങ്ങൾക്കറിയാം. ഒരു പക്ഷേ ഒരു TV വാർത്ത കാണുമ്പോൾ, ഒരു പത്രവാർത്ത കാണുമ്പോൾ എറണാകുളത്തോ കോഴിക്കോടോ ഉള്ള ഒരു വ്യക്തി തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നുമില്ല. ഞാൻ ആരാണെന്നറിയാം. എൻ്റെ ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ, അവരുടെ കാര്യങ്ങളെല്ലാം ഈ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അറിയാം. വോട്ടകത്തിൽ കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. പ്രസംഗിക്കുമ്പോൾ മുൻപിൽ ഇരിക്കുന്നവർ വിവരമില്ലാത്തവരാണ് എന്ന് മനസ്സിലുണ്ടാകണമെന്ന് കെ സുധാകരൻ. ബുദ്ധിയും വിവരവും ഉള്ളവരാണ് ഓഡിയൻസിൽ ഇരിക്കുന്നത് എന്ന് കരുതിയാൽ ബേജാറാകുമെന്നും കെ സുധാകരൻ പറഞ്ഞു. UDF കണ്ണൂരിൽ സംഘടിപ്പിച്ച പ്രസംഗ പരിശീലനത്തിനിടയിലായിരുന്നു സുധാകരന്റെ പ്രതികരണം. മുന്നിൽ ഇരിക്കുന്നവർ ബുദ്ധിമാന്മാരാണെന്ന് കണ്ടാൽ നമ്മുടെ മനസ്സ് പിടിക്കുമെന്നും മുന്നിൽ ഇരിക്കുന്നവർ വിവരദോഷികളാണെന്ന് കരുതിയാൽ ആത്മവിശ്വാസം വരുമെന്നും ബർണ ഷാ പറഞ്ഞിട്ടുണ്ടെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. ഒരു പ്രാസംഗിക കലയുടെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകം ബി കോൺഫിഡൻസ്. എനിക്ക് പറ്റും, എനിക്ക് സാധിക്കും, എനിക്ക് പറയാൻ പറ്റും, എനിക്ക് ആളുകളെ പിടിച്ചിരുത്താൻ പറ്റും എന്ന് എന്റെ സ്വയം വിശ്വാസം, എന്റെ സ്വയം ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസമാണ് ഈ പ്രസംഗത്തിന്റെ ഏറ്റവും കാതലായ വശം. മുമ്പിൽ ഇരിക്കുന്നവരെ കണ്ട് നിങ്ങൾ പേടിക്കരുത്. നിങ്ങളെക്കാൾ വിവരമില്ലാത്തവരാ മുമ്പിൽ ഇരിക്കുന്നത് എന്ന് മനസ്സിൽ കാണണം. ഞങ്ങളെക്കാൾ ബുദ്ധിയും വിവരമുള്ളവരാണ് ഓഡിയൻസിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ബേജാറാവും. അപ്പൊ എന്റെ അത്രയൊന്നും വിവരമില്ല എന്ന് മനസ്സിൽ കുറിച്ചിട്ട് ഓഡിയൻസ് എന്ന് പറയുന്നവർ ഞാൻ പറയുന്നത് കേൾക്കാൻ അവർ ഇരിക്കും. അതിനുള്ള കഴിവും അതിനുള്ള മൂല്യവും എന്റെ കയ്യിലുണ്ട് എന്ന് നമ്മുടെ ദൃഢനിശ്ചയവും നമ്മുടെ ദൃഢവിശ്വാസം, ആ വിശ്വാസമാണ് ഒരു രാഷ്ട്രീയ പ്രസംഗ കലയുടെ ഏറ്റവും വലിയ നിദാനം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കഴക്കൂട്ടം മണ്ഡലത്തിലെ BJPയുടെ വിജയം സുനിശ്ചിതമാണെന്ന് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. ശബരിമല വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ ഖേദപ്രകടനം നടത്തിയതുകൊണ്ട് ജനങ്ങൾ മാപ്പ് നൽകില്ല. കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറിയാലും ശബരിമല വിഷയം സമൂഹത്തിന്റെ മനസ്സിലുണ്ടെന്നും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ ന്യൂസ് 8നോട് പറഞ്ഞു. BJP സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ എത്തിയതോടെ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുകയാണ് കഴക്കൂട്ടം മണ്ഡലം. ശബരിമല വിഷയത്തിലടക്കം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ശക്തമായ പ്രചരണവുമായി കളം നിറയുകയാണ് BJP. ഈ ഘട്ടത്തിൽ നമുക്കിപ്പോൾ ശോഭാ സുരേന്ദ്രൻ ചേരുകയാണ്. ശുഭപ്രതീക്ഷയിൽ തന്നെയാണോ ഇപ്പോഴും? അല്ല, ആ ചോദ്യത്തിന് തന്നെ ശരിക്കും പ്രസക്തിയില്ല എന്നുള്ളതാണ്. കാരണം BJP 5 കൊല്ലം മുമ്പ് 2ാം സ്ഥാനത്ത് വന്ന ഒരു മണ്ഡലം, 5 വർഷത്തെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനം, മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ഒരാൾ കേന്ദ്രമന്ത്രി, അതോടൊപ്പം ഈ മണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏതാണ്ട് ഒറ്റ കൊല്ലത്തിനുള്ളിൽ 1000 കോടി രൂപയിലധികം കേന്ദ്രത്തിൽ നിന്ന് ഈ മണ്ഡലത്തിന്റെ മാത്രം വികസനത്തിന് വേണ്ടി ലഭ്യമായിട്ടുള്ള ഒരു സാഹചര്യം. അതിനകത്ത് 2 ആംഗിളുകളാണുള്ളത്. ഒന്ന്, പൊതുജനങ്ങളെ സംബന്ധിച്ച് അവർ നോക്കുന്നത് കേരള നിയമസഭയ്ക്കകത്ത് ദേശീയ തലത്തിൽ നിന്ന് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി നിതിൻ ഗഡ്കരിജി പണം അനുവദിക്കുന്നുവെങ്കിൽ, കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ജൽജീവൻ മിഷന് വേണ്ടിയിട്ട് ജൽശക്തി മിനിസ്റ്ററാണ് ഇവിടേക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ നൽകുന്നതെങ്കിൽ, ഓരോരോ വകുപ്പിൽ നിന്നും അത് ഏത് മേഖലയിലാണെങ്കിലും അതിനെല്ലാം തന്നെ ഇവിടേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പണം കിട്ടുന്നു വളരെ കൃത്യമായിട്ട്. അത് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയും ഏതെങ്കിലും ലാപ്സായി പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഉന്നയിക്കാനും വേണ്ടി കേരള നിയമസഭയിൽ എന്നാൽ പിന്നെ മോദിജിയെ സ്നേഹിക്കുന്ന ഒരാൾ പോയാൽ പോരെ എന്നുള്ളൊരു ചോദ്യം ഈ കഴക്കൂട്ടത്തിൽ ജനങ്ങൾ സ്വാഭാവികമായും ചോദിക്കും എന്നുള്ളതാണ്. കടകംപള്ളി സുരേന്ദ്രൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ചർച്ചയാവുന്നത്. ശബരിമല വിഷയത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് പ്രതികരിക്കാതെ. അല്ല, വിഷയം എന്തൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ഏതാണ്ട് ഒരു ധാരണ ആയിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ അദ്ദേഹമാണ് ഈ വിശ്വാസികൾക്കെതിരായിട്ടുള്ള ഈ സമീപനങ്ങൾ അത്രയും സ്വീകരിച്ചതിലെ ഒന്നാം പ്രതി എന്ന് കഴക്കൂട്ടത്ത് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പൊ കഴക്കൂട്ടത്ത് നിന്ന് ഒരാളെ ജയിപ്പിച്ച് വിട്ടതുകൊണ്ടാണല്ലോ അദ്ദേഹം മന്ത്രിയായതുകൊണ്ടാണല്ലോ ദേവസ്വം വകുപ്പിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇവിടെ അമ്മമാർ കരഞ്ഞതും അമ്മമാർ തെരുവിൽ കഴിഞ്ഞതും അവരുടെ മക്കൾ ജയിലിനകത്ത് കഴിഞ്ഞതും അവരുടെ കുടുംബാംഗങ്ങൾ ഇത്രയും കേസുകളിൽ കുടുങ്ങിയതും നാമം ജപിക്കാനുള്ള അവകാശം ഇല്ലാതായി പോയതും വിരിവെക്കാനുള്ള അവകാശം ഇല്ലാതായി പോയതും ഈ കേരളത്തിന്റെ മണ്ണിൽ ഞങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ സ്വമേധയാ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയുടെ സ്ഥാനാർത്ഥിയെ കാണുമ്പോൾ അത് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നിന്നവരാണ് എന്നും മറുഭാഗത്ത് വിശ്വാസഘാതകരാണ് എന്നുള്ളതും നമ്മൾ പറയാതെ തന്നെ ഇവിടുത്തെ ജനം ചർച്ച ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ തന്നെ അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എടുത്തത്. വർഷത്തുള്ള പ്രചാരണമാണ് നമ്മുടെ പണിയാക്കാൻ. നമസ്കാരം. ആശാന്റെ അപരൻ ആരാധകനും അനുഭാവിയുമാണ്. വാർത്ത കാണാം. ഇടവേളയാൾ പ്രചാരണം. രൂപത്തിലും ഭാവത്തിലും മണിയാശാനോട് സാദൃശ്യമുള്ള രാജാക്കാടിന്റെ സ്വന്തം പാപ്പച്ചനാണ് മണിയാശാന്റെ പ്ലക്കാർഡുമേന്തി ഒറ്റയ്ക്ക് വീടുകൾ കയറി വോട്ട് ചോദിക്കുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി വോട്ടംഗം പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ. നമസ്കാരം. ഇത് കണ്ടത്തിൽ പാപ്പച്ചൻ എന്ന രാജാക്കാട്ടുകാരുടെ പ്രിയപ്പെട്ട പാപ്പച്ചൻ. ഒറ്റ നോട്ടത്തിൽ മന്ത്രി MM മണിയാണോ എന്ന് സംശയിച്ചു പോകും. രൂപവും ഭാവവും വസ്ത്രധാരണവുമെല്ലാം അതുപോലെ തന്നെ. പാർട്ടിയെ നെഞ്ചിലേറ്റിയ പഴയകാല പ്രവർത്തകൻ കൂടിയാണ് പാപ്പച്ചൻ. മണിയാശാനെ ഹൃദയത്തിലേറ്റി ഒറ്റയ്ക്ക് വോട്ട് ചോദിക്കുകയാണ് ഇത്തവണ. നമ്മുടെ ആശാന് വേണ്ടി ഒറ്റയ്ക്കുള്ള വർക്കാണ് ചെയ്യുന്നത്. യാത്രകൾക്കിടയിൽ പലരും ചോദിക്കാറുണ്ട് മണിയാശാന്റെ ആരെങ്കിലും ആണോ എന്ന്. ഈ രൂപസാദൃശ്യം പാപ്പന് നൽകുന്ന സന്തോഷം ചെറുതല്ല. ഇതിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതിന് പറ്റിയ സംശയത്തെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അന്നേരവും മറുപടി ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ആശാനാണിത്. ഞാൻ ആശാന് വേണ്ടി ഒറ്റയ്ക്ക് ഒരു പ്രചരണമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ആശാന്റെ ഉറപ്പായ വോട്ടിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ 2 പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി കഴിഞ്ഞു. ശാരീരിക അവശതകൾ ഉണ്ടെങ്കിലും എല്ലാം മറന്ന് പാപ്പൻ യാത്ര തുടരുകയാണ് മണിയാശാന്റെ വിജയം ഉറപ്പിക്കാൻ. ന്യൂസ് 18 ഉടുമ്പൻചോല. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്